യെസ് മക്കളെ, ഗുഡ് ഈവനിങ്. കുറച്ച് പേരൊക്കെ ആരൊക്കെയോ മന്തി തരാന്നൊക്കെ പറഞ്ഞ് പറ്റുമെന്നൊക്കെ പറഞ്ഞു. ശരിയാണോ? മന്തി തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. എല്ലാരും മന്തി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കാറുന്നല്ലേ? ഓക്കെ, ആള് മുങ്ങുകയും ചെയ്തു. ഓക്കെ, സാറൊക്കെ നമുക്ക് ലൊക്കേഷനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സാറ് കണ്ടുപിടിച്ചിട്ടുണ്ട് ലൊക്കേഷനൊക്കെ. കണ്ടുപിടിക്കട്ടെ പുള്ളിനെ. ബ്രേക്കിംഗ് കൊണ്ടുവരാം സാറേ അജിൽ സാറിനെ മന്തി ആയിട്ട് കേട്ടാ. തീരുമാനമാക്കട്ടെ ഇന്ന് തന്നെ. ഓക്കെ യെസ് മക്കളെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന് മുന്നേ വിന്നേഴ്സിന്റെ പ്രെയർ ഉണ്ട്. എല്ലാ മക്കളും നല്ല മിടുക്കറായിട്ട് ഷോൾഡറൊക്കെ നിവർത്തി ഒന്നേരുന്നേ, കൈകൾക്ക് മുന്നിൽ നീട്ടി വെച്ചോ. എന്തെങ്കിലും ബുക്സ് മുന്നിൽ തുറന്നു കുറച്ചെടുത്ത് നടച്ചു വെച്ചോടാ. ഓക്കെ, ക്ലോസ് റൈസ്, കണ്ണുകൾ അടക്കുക. ചുറ്റിനും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിലേക്കും ശ്രദ്ധിക്കുക. മനസ്സിൽ വരുന്ന എല്ലാ തോട്ട്സിനെയും അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ഉണ്ടാവും. നമ്മുടെ മനസ്സ് അങ്ങനെയൊക്കെയാണ്. എല്ലാ തോട്ട്സിനെയും ഒരേപോലെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം അകത്തേക്ക് ഇടുന്നതും ശ്വാസം പുറത്തേക്ക് ഇടുന്നതും ശ്രദ്ധിക്കുക. ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുന്നതോടെ നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടി വരും. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക്, സാധാരണ ശ്വാസം പുറത്തേക്ക്. ദീർഘമായ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക. വളരെ സാധാരണ പുറത്തേക്ക് വിടുക. എഗെയിൻ ദീർഘമായ ശ്വാസം അകത്തേക്ക്, ഹോൾഡ്, വളരെ സാധാരണ റിലീസ് ചെയ്യുക. മനസ്സിൽ നിങ്ങളുടെ പാരൻസിന്റെ മുഖം ഒന്ന് ആലോചിക്കുക. അവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നുണ്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ട് നിങ്ങളുടെ പാരൻസിന്റെ ടീച്ചറിനോട് പ്രാർത്ഥിക്കുക. നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കണ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ലാസ്റ്റ് ടൈം ദീർഘമായ ഒരു ശ്വാസം അകത്തേക്ക്, ഹോൾഡ് ചെയ്യുക, വളരെ സാധാരണ റിലീസ് ചെയ്യുക. മുഖച്ചിരി പുഞ്ചിരി കൊണ്ടുവരാം. കണ്ണുകൾ മെല്ലെ തുറക്കുക. യെസ് യെസ് മക്കളെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. എല്ലാവരും ഹാപ്പിൻ്റെ ഒരു കാണിച്ചേ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും മഴയൊക്കെ ഉണ്ടോ മക്കളെ? 2 ദിവസമായിട്ട് മഴയില്ല എല്ലാവർക്കും. എല്ലാവരും മഴയില്ലാത്തവരെ കാണിച്ചേ. മഴയില്ലാത്തവര് ദൂരെ ഏരിയയിലേക്ക് ആണെങ്കിലും മഴ ഉണ്ടാവില്ല അല്ലേ? എബ്രോഡ് മഴയില്ല, അതറിയാം. ഓക്കെ, ഇത്രയും പേർക്ക് മഴയില്ല. ഓ ഗോഡ്, എന്ത് ചെയ്യുമ്പോ ഇവിടെ നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട് സാർ. എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ അവിടെ? ഇന്ന് ഞാനാണ് മാത്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. സന്തോഷമായില്ലേ? മാത്സ് തന്നെയാണ്, ചെറിയൊരു കൂട്ടലും കുറക്കലൊക്കെയാണ് അല്ലേ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് ഒരു 9 സാധനം പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? 9 എന്താന്ന് ഓർക്കുന്നുണ്ടോ? യെസ്, ഓർക്കുന്ന ഒരാൾ വിളിച്ചു സാറേ. പേരെന്താണ്? ടാറ്റ കാണിച്ചോണ്ടേ ഇരിക്കുന്ന ആള് ഷഹിദ പറഞ്ഞുതരും. നമ്മളൊരു 9 സാധനങ്ങൾ പഠിച്ചില്ലേ? എന്താണ് പഠിച്ചത്? പ്രൊനൗൺസ്. പ്രൊനൗൺസിനെ ഹിന്ദിയിൽ എന്താ പറയാ? സർവനാം. മിടുക്കി. ഓക്കെ, സർവനാമം എന്താണെന്ന് ആർക്ക് പറഞ്ഞുതരാം? സർവനാമം എന്താന്ന് വേറൊരാൾ പറഞ്ഞേ, വിളിച്ചു സാറേ. നിഹാരിക പറഞ്ഞുതരും. നിഹാരിക, എന്താണ് സർവനാം അല്ലെങ്കിൽ പ്രോനൗൺ? നൗണിന് പകരം അല്ലെങ്കിൽ സംജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രോനൗൺ അല്ലെങ്കിൽ സർവനാം എന്ന് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതേ ഇനി ആ 9 എണ്ണം ആർക്ക് പറഞ്ഞുതരാം? 9 എണ്ണം. 9 എണ്ണം ആർക്ക് പറയാം? 9 എണ്ണം ഒരു 3 എണ്ണം ആർക്ക് പറയാം? 3 എണ്ണം. 9 എന്നൊക്കെ പറയുമ്പോ പേടിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു 3 എണ്ണം പറയാൻ പറ്റുന്ന ഒരു കാണിച്ചേ. നോക്കി പറയണ്ടട്ടാ. ആരാണ് സാറേ? സ്വര. ഹായ്. ഏതൊക്കെയാണ് ആ 3 സർവ? 3 അല്ല 9 എണ്ണം പറയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അറിയാവുന്നൊക്കെ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. മെയിം, ഹം, തും, വേ, യഹ്, ആപ്പ്. ഒരു 6 എണ്ണം പറഞ്ഞു, 3 എണ്ണം വിട്ടു. കുഴപ്പമില്ല, മിടുക്കി, സൂപ്പർ. ഓക്കെ സാറേ, നെക്സ്റ്റ് ഇനി ആരും ഉണ്ടോടാ കംപ്ലീറ്റ് പറയാൻ പറ്റുന്നുള്ളവർ കാണാതെ? ട്രേസ. ട്രേസ് പറയും. വേ, മെയിം, ഓക്കെ, ഹം, തും, आप, यह, वह, ये, वे, तू,
ഏത് പറഞ്ഞ വിട്ടുപോയാലോ? ആപ്പ് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ 9. ഓക്കെ. മിടുക്കി കറക്റ്റ് പറഞ്ഞോടാ, സൂപ്പറാ. ഓക്കെ സാറേ, നമുക്ക് ജസ്റ്റ് ആ പിക്ചർ ഒന്ന് കാണിച്ചു സാർ, ഞാൻ അയച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ബാക്കിയെല്ലാം ഒന്ന് വായിച്ചു നോക്കി. ഏതൊക്കെയാണ് സർവനാമങ്ങൾ നമ്മൾ പഠിച്ചൊന്ന് വായിച്ചു നോക്കിയാ. ഏതൊക്കെയായിരുന്നു സാറേ? സെറ്റ് അല്ലേ? യെസ്. മെയിം ഉണ്ടായിരുന്നു, ഹം, തു, തും, ദെൻ ആപ്, യഹ്, വഹ്, വേ, യേ. ഇവിടെ 8 ഉള്ളൂ, കാരണം എന്താ ഇവിടെ 2 ഇട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് അതിനിപ്പം സാറേ മനസ്സിലത് സർവനാമിന്റെ കൂടെ കാരക ചേരുന്ന പഠിച്ചല്ലേ? ഓർക്കണ്ടോ? 2 പേരെ നമ്മൾ പഠിച്ചായിരുന്നു. മെയിമിന്റെയും പഠിച്ചായിരുന്നു, തൂവിന്റെയും പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ മക്കളെ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഞാൻ ഇനി എഴുതുന്ന കാര്യങ്ങള് ഒന്ന് നിങ്ങളുടെ എഴുതി വെക്കാം. എഴുതാട്ടോ സാറേ. നെക്സ്റ്റ്. യെസ്. ഓക്കെ. ആദ്യം ഞാൻ എഴുതാണ് മെയിം. എന്റെ കൂടെ എഴുതിക്കോട്ടോ. മെയിം പ്ലസ് ക എന്താന്ന് എഴുതുക. സെക്കൻഡ് വൺ മെയിം പ്ലസ് കോ എന്താന്ന് എഴുതുക. അതുപോലെ പിന്നെ പഠിച്ചതായിരുന്നു തു പ്ലസ് കി എന്താന്ന് എഴുതുക. ഓക്കെ. ദെൻ വൺസ് മോർ ഒരു ട്രിക്കി അല്ലേ? തു പ്ലസ് ഡാഷ് തുജേ. ഇതെന്നാ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ? ഒന്ന് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ കാണിച്ചു. എഴുതണോട്ടോ, എല്ലാരും എഴുതണോട്ടോ. യെസ്. എടാ എല്ലാരും ഹിന്ദി ആണോ? ദേ ഞാൻ പറഞ്ഞായിരുന്നില്ല, എന്നാലും നമുക്ക് മാത്സ് ഒന്നും ഇല്ല. ദേ മാത്സ് ആയില്ലേ? കണ്ടോ? പ്ലസ് ഒക്കെ കണ്ടില്ലേ? ഇത് ഇവിടുന്ന് ഇതിന്ന് ഇത് മൈനസ് ചെയ്ത് ഇവിടത്തെ കിട്ടും. ഹാപ്പി ആയില്ല എല്ലാരും? സെറ്റ് കേട്ടോ. ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ നിന്ന് ഇടുന്നൊക്കെ ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇതേ കണ്ടോ? ശ്രദ്ധിച്ചേ, തു പ്ലസ് ഡാഷ് ആണ് തുജേ അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് കണ്ടുപിടിക്കാം? തൂവിന് അപ്പുറത്തേക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ മൈനസ് ആവും. തുജേ മൈനസ് തൂ ചെയ്താല് ഇവിടത്തെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്സ് പഠിപ്പിക്കൂന്ന്. ഇത് കാണാൻ പറ്റിയിട്ടല്ലേ? ഓക്കെ. ഓ കണ്ടു. യെസ് അല്ലെ? തൂവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ തൂ മൈനസ് ആയി. കണ്ടാ? അപ്പൊ മൈനസ് ചെയ്തോ കേട്ടോ. കണ്ടുപിടിച്ചൊരു ചാറ്റ കാണിച്ചേ. കണ്ടുപിടിച്ചവര് എടാ കുറച്ചൊരു എഴുതാതെ എവിടെ ഇങ്ങനെ തലയെ കണ്ടിട്ടിരിപ്പണല്ലോ. കഴിഞ്ഞോ? യെസ് വിളിച്ചു സാറേ. കഴിഞ്ഞ വിളിച്ചു സാറേ. ബാക്കി യെസ് വിളിച്ചു സാറേ. പേരെന്താ? ആതിര. ഫസ്റ്റ് കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞു. മെയിൻ പ്ലസ് കാ. എന്താ മെയിൻ പ്ലസ് കാ? മെയിൻ കാന്നുള്ള വീട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ലേ മക്കളെ? മിടുക്കി. എന്നാലും അത് എഴുതാനുള്ള ധൈര്യം കാണിച്ചല്ലോ, അതാണ് പവർ. സൂപ്പർ. ഓക്കെ. സാറല്ല പറഞ്ഞുതരാട്ടോ. മെയിൻ കാന്നല്ലേ കാണിച്ചു തരാം. ഓക്കെ സാറേ. വിളിച്ചു സാറേ. ഡെല്ല. ഹായ് ഡെല്ല. വെരി ഗുഡ് ഈവനിങ്. മെയിൻ പ്ലസ് കാ എന്താ മക്കളെ? മേര. എത്ര ശരിയായി മേര എന്നുള്ളത്? ശരിയായതുകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ? ഓക്കെ. വെരി ഗുഡ്. അടിപൊളി. തെറ്റിപ്പോരുന്ന കറക്റ്റ് എഴുതിയിടാ. മെയിൻ പ്ലസ് കാ മേര എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മെയിൻ പ്ലസ് കോ. കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടുപിടിച്ചത് സാറേ. വിളിച്ചു സാറേ. നിവേദ് കണ്ടുപിടിച്ചു. നിവേദ്. മെയിൻ പ്ലസ് കോ എന്തായിരിക്കും മക്കളെ? അൺമിഡയോ? മെയിം കോന്നോ? എന്താ പറഞ്ഞേ? എടാ അൺമ്യൂട്ട് ചെയ്യുമോനെ. അൺമ്യൂട്ട് പറഞ്ഞാലേ സാറിനെ കേൾക്കുള്ളൂ. ചെയ്തു. എടാ മൈക്കിന് ഇഷ്യൂ ആണല്ലോ. ഒന്ന് ചെക്ക് ചെയ്യണോടാ. അടുത്ത ക്ലാസ് റെഡി ആക്കണേ. പറയുന്നത് കേൾക്കുന്നില്ല കേട്ടാ. അനിരുദ്ധ്. ഹായ് അനിരുദ്ധ്. മിടുക പറഞ്ഞോ. മെയിൻ പ്ലസ് കോ. മുജുക്കോ. മിടുകൻ. മുജുക്കോ എന്നും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? മുജി എന്നും പറയാം കേട്ടാ. ഓക്കെ സാറേ. നെക്സ്റ്റ് ശ്രീലക്ഷ്മി. എവിടെയായിരുന്നു ശ്രീലക്ഷ്മി? വേഗം പറഞ്ഞേ. തു പ്ലസ് കീ. തൂക്കിന്ന് എഴുതി വെക്കരുത് കേട്ടോ. മറ്റേ പാട്ടിലെടുത്ത് തൂക്കി ചുവന്ന കര അത് വെച്ച് എഴുതരുത്. തു പ്ലസ് കീ എന്തായിരിക്കും? തേരി. യെസ് സൂപ്പർഡോ. അടുത്തത് കുറച്ച് ടാസ്ക് ആയിരുന്നു അല്ലേ? ഇത് കണ്ടിട്ടുണ്ടോ? തു പ്ലസ് ഡാഷ് ഇസിക്കൽ ടു തുജേ എന്നിട്ടുണ്ടായിരുന്നു. കണ്ടുപിടിച്ചാരെല്ലാം ഉണ്ടോ? യെസ് വിളിച്ചു സാറേ. മയൂക്ക് കണ്ടുപിടിച്ചു. മിടുക്ക്. തു പ്ലസ്
കേലിയോ മയൂക്കേ തൂ പ്ലസ് കേലിയെ വരോടാ. എന്ത് സിമ്പിൾ, ഇത് എല്ലാവരും ആയിട്ട് കാണിക്കണ. കേലിയെ വരുമോ എന്നാലും ഇത്ര സിമ്പിള്. സാറേ വിളിക്കാത്ത ഒരാളി സാറേ. ദീന പറഞ്ഞു. ദീന എന്താണ്? കോ. ഓക്കെ, തൂ പ്ലസ് കോ. മിടുക്കി, റൈറ്റ് ആൻസർ ടാ. തൂ പ്ലസ് കോ തുജേ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. തുജുക്കോയും പറയാട്ടോ. തുജുക്കോ ഇവിടെ തെറ്റി പറഞ്ഞ പെട്ടെന്ന് എഴുതിടാ. തൂ പ്ലസ് കോ തുജുക്കോ. കംപ്ലീറ്റ് ശരിയായിട്ടാണ് ചെക്ക്. കംപ്ലീറ്റ് ശരിയായവര് എല്ലാം ശരിയായവര്. തെറ്റിപ്പോരുന്ന് പെട്ടെന്ന് എഴുതരുത് മക്കളെ, പെട്ടെന്ന് എഴുതരുതേ. കറക്റ്റ് ചെയ്തേ, വേഗം ഒന്ന് കറക്റ്റ് ചെയ്തേ. സാർ ഒന്ന് മനസ്സ്. യെസ് മക്കളെ, കഴിഞ്ഞ കാണിച്ചടാ. കഴിഞ്ഞ കാണിച്ചേ. സെറ്റ് അല്ലേ? ഓക്കെ. ഓക്കെ മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവരും തിരിച്ചുവരാ. എഴുതില്ലേ? സോറി. അപ്പൊ നമുക്ക് അടുത്ത സർവണ മക്കളെ ചെറിയൊരു ടെക്നിക്കൽ എറർ ആയിരുന്നു. അടുത്ത സർവണ നോക്കിയാലോ നമുക്ക്. അടുത്ത സർവണ സെറ്റല്ലേ? അടുത്ത സർവണ മാർക്ക് കുറഞ്ഞ തരാം. മെയിൻ കഴിഞ്ഞു, തൂ കഴിഞ്ഞു. അടുത്തത് അടുത്ത സർവനാമം ഏതായിരുന്നു നമ്മൾ മൂന്നാമത് പഠിച്ചത്? ആർക്ക് പറഞ്ഞാലോ? വിളിക്കാത്ത ആൾ വിളിച്ചത്. തും. യെസ്, ഹെഡിങ് ആയിക്കോട്ടോ. തും. ഓക്കെ എടാ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ പോലെ മെയിൻ പ്ലസ് കാര് കൊടുത്തില്ലേ, അത് തന്നെ ചെയ്യാൻ പോകുന്നു കേട്ടോ. പക്ഷെ തും വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കാം. ആര് സാർ എഴുതുന്നത്? തു പ്ലസ് സോറി തൂവല്ല തുമ്മല്ല നമ്മൾ പറഞ്ഞേ. തും പ്ലസ് നെ. മക്കളെ ശ്രദ്ധിച്ചടാ, ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പറഞ്ഞിട്ട് വായിച്ചിട്ട് എഴുതാം. ഇപ്പൊ ആരും കൂടെ എഴുതല്ലേ, കാരണം അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. സെറ്റല്ലേ? പേരും സാറേ കടസിരിക്കുന്ന. ഓക്കെ, ഇപ്പൊ ആരും എഴുതല കേട്ടോ. ഓക്കെ, തും പ്ലസ് നെ. നമുക്കെന്ത് പറയാം? തും പ്ലസ് നെ. തുംനെ. ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതി കേട്ടോ, ഒരുമിച്ച് എഴുതണ്ട, ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതി കേട്ടോ. തുംനെ. നമ്മ മെയിൻ
കൂടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ എങ്ങനെ കാണാറ്, തുമ്മിനെ ഒറ്റ വാക്കിൽ കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇല്ല അല്ലേ, 2 വേർഡ്സ് ആയിട്ട് കാണാറില്ല. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം മക്കളെ. തും പ്ലസ് കോ. ആർക്കും പറഞ്ഞുതരാമോ തും പ്ലസ് കോ എന്തായിരിക്കും? തും പ്ലസ് കോ. യെസ്, തൻവി. തും പ്ലസ് കോ എന്തായിരിക്കും മക്കളെ? തുംകോ. മിടുക്കി, കറക്റ്റ് പറഞ്ഞ കേട്ടോ. ഓക്കെ, തുംകോ. എടാ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ആരും എഴുതല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കുക. തും പ്ലസ് സേ എന്തായിരിക്കും മക്കളെ? തും പ്ലസ് എന്തായിരിക്കും? സോറി, ആയിഷ പറഞ്ഞു തും പ്ലസ് സേ. സിമ്പിൾ. തും സേ സിമ്പിൾ അല്ലേ? ഇത് മാറ്റി എഴുതിക്കോട്ടോ, തും സേ. ഓക്കെ, അടുത്ത് പറയുന്നത് തും പ്ലസ് മെയിൻ. തും പ്ലസ് മെയിൻ എന്തായിരിക്കും മക്കളെ? ദേവാർച്ചന. ഒന്ന് പറഞ്ഞ മക്കളെ നോക്കട്ടെ. തും മെയിം. രണ്ടാക്കി എഴുതണോട്ടാ, തും മെയിം. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ സാധനം. തും പ്ലസ് പെർ എന്തായിരിക്കും? തും പ്ലസ് പെർ. ഹാഫിൻ. ഹാഫിൻ എന്ന് പറഞ്ഞ തും പ്ലസ് എന്തായിരിക്കും മക്കളെ? ഹമ്മോ. ആ, തുംപർ. നീ എന്താ പറഞ്ഞ ആദ്യം? ആ പറഞ്ഞു അത്ര പറഞ്ഞേ. ഓക്കെ, ഇതുവരെ എളുപ്പമായിരുന്നല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കാൻ കേട്ടോ. ഇനി ശ്രദ്ധിക്കുന്ന പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലേ എന്തോ ഒരു പണി വരുന്നല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ പറയുന്നേ നോക്കാ. തും പ്ലസ് കാ. കണ്ടോ? തും പ്ലസ് കാ എന്തായിരിക്കും വരാ? തും പ്ലസ് കാ. നോക്കാം നമുക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇവിടെ മായുടെ പകുതിയും ഹായും കാണണം കേട്ടോ. തുമാര. ഓക്കെ അല്ലേ? കണ്ടല്ലോ, തുമാര നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ തുമാര തുമാര ഗർമ കോൺ കോണേ നമ്മൾ ചോദിക്കില്ലേ? തുമാരി ഗർമ കോൺ കോണേ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ മിക്കപ്പോഴും എഴുതുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് എഴുതുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ആവർത്തിക്കും കേട്ടോ. മാ മാത്രമേ എഴുതുള്ളൂ, ഹാ ആരും കൊടുക്കില്ല. മിക്കപ്പോഴും സാർ ഇങ്ങനെ ആൻസർ ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ കാണുള്ള കാര്യമാണ്. എന്തുണ്ടാവില്ല? ഹാ ഉണ്ടാവാറില്ല. ഹാ എല്ലാവരും എഴുതാറുണ്ടായിരുന്നോ? ഇല്ല, ഇടക്കൊക്കെ വിട്ടുപോകും അല്ലേ? വിട്ടുപോകാറില്ലേ? യെസ് അല്ലെ? അപ്പൊ ഇനി തെറ്റിക്കറോ, ഇവിടെ ഹായ് ഉണ്ട് കേട്ടോ. മായുടെ പകുതിയും ഹായ് ആണ്. ഒരെണ്ണം സാറ് കാണിച്ചു തന്നു, ഇനി ബാക്കിയുള്ളത് എന്റെ മക്കൾ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നോക്കുക. തും പ്ലസ് കീ എന്തായിരിക്കും മക്കളെ? തും പ്ലസ് കീ. തും പ്ലസ് കീ എന്തായിരിക്കും? അപ്പൊ തും പ്ലസ് കാ. ദേ ഞാൻ ഒരു ക്ലൂ തരാം, നോക്കിയടാ. തും പ്ലസ് കാ. തും എഴുതി ഹാ ചേർത്തുന്നുള്ളൂ. കാ വന്നപ്പോ കാട് തീർക്കാർ കൊടുത്തു, രാ കൊടുത്തു, തുമാര. കണ്ടില്ലേ? എന്തിലും അവസാനിച്ചു? ആട് ചിന്തന അവസാനിച്ചു. ഓക്കെ, യെസ്. ഇപ്പൊ ഇറങ്ങി കത്തി വിളിച്ചു സാറേ. ഫൈക്കേ ഇവിടെ തും പ്ലസ് കാ തുമാര. അപ്പൊ തും പ്ലസ് കീ എന്തായിരിക്കും മക്കളെ? തുമാരി. മിടുകൻ, കറക്റ്റ് ആവണം കേട്ടോ. തുമാരി. ഓക്കെ, ദെൻ നെക്സ്റ്റ് തും പ്ലസ് കെ. തും പ്ലസ് കെ എന്തായിരിക്കും മക്കളെ വരാ? അപ്പൊ ആർക്കും അറിയാം? തും പ്ലസ് കെ. ജോൺ പറഞ്ഞു. ജോൺ. തുമാരേ. മിടുകൻ, തുമാരേ. ദെൻ നെക്സ്റ്റ് നോക്കിയോടാ. തും പ്ലസ് കേലിയേ. തും പ്ലസ് കേലിയേ. ശ്രദ്ധിച്ചേ, നമുക്ക് ഓൾറെഡി അറിയാലേ തും പ്ലസ് കെ എന്താ ഉള്ളത്? ഇവിടെ കെ വരെ ഉണ്ടല്ലേ? കെ വരെ നമുക്കറിയാം. തുമാരേ നമുക്കറിയാം. കണ്ടോ? ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? തുമാരേ നമുക്കറിയാം. ബാക്കി എന്താണ് ഇവിടെ? ലിയേ ഉണ്ട്. ആ ലീ ഇവിടെ എഴുതി കൊടുക്കുക. തുമാരേ ലിയേ. മക്കളെല്ലാവരും കൂടെ ഒന്ന് വായിച്ച മക്കളെല്ലാവരും എല്ലാവരും കൂടെ വായിച്ച. എടാ എഴുതലടാ. ഇപ്പോൾ വിളിച്ചാൽ പേരെന്താ? ലാസ്റ്റ് വിളിച്ചാൽ പേര് സാറേ? ജേഴ്സി എടുക്കുന്നത് ജോണേ. ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. ഒന്ന് കൂടെ വായിച്ച മക്കളെ. ആരും എഴുതലടാ, എഴുതലടാ. ശ്രദ്ധിക്കുക. തും പ്ലസ് നേ തുംനെ. തും പ്ലസ് കോ തുംകോ. തും പ്ലസ് സേ തുംസേ. തും പ്ലസ് മെയിം തുമ്മേം. തും പ്ലസ് പർ തും പർ. തും പ്ലസ് കാ തുമാര. എടാ ബാക്കിയുള്ളവർ കൂടെ വായിക്കുക. ചുണ്ടെനിക്ക് വായിച്ചെല്ലാവരും സാറേ ഇങ്ങോട്ടൊക്കെയാണ്. തും പ്ലസ് കാ തുമാര. തും പ്ലസ് की तुम्हारी. तुम प्लस के तुम्हारे. तुम प्लस के लिए
തുമാരെ ലിയെ. ഇവിടെ വരെ എളുപ്പമല്ലേ? എന്തിലും മാറ്റം വന്നിട്ടുണ്ടോ തുമ്മിനെ? എന്തിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, സെയിം അല്ല. ഇത് കാരക്ക് നേരെ ചേർത്ത് കൊടുത്തേക്കാണ് അല്ലെ. ഇപ്പഴത്തെ നോക്കിക്കേ, ആദ്യത്തെ ഒരെണ്ണം പഠിച്ചാൽ മതി അല്ലെ. തും പ്ലസ് കാ തുമാരാന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കി കംപ്ലീറ്റ് കിട്ടൂലോ. ഓക്കെ ആണല്ലോ. തെറ്റാതെ ഒന്ന് വേഗം എഴുതിയെടുത്തേ. തെറ്റാതെ കേട്ടോ. മൈനസ് എക്സാം വരുന്നത് മാത്സ് ആണ് കേട്ടോ. ഓക്കെ മക്കളെ, എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചോ. എഴുതി കഴിഞ്ഞിട്ട് കാണിച്ച് ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ കുറച്ച് എഴുതി ചോദിക്കുന്നുണ്ട് എക്സാം. യെസ്, മാത്സ് ആണോ ഹിന്ദി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുവാണോ നിങ്ങൾക്ക് പരീക്ഷ? ഹിന്ദി പോരെ? ഹിന്ദി മതി എന്നുള്ള ഡേറ്റാണിച്ച്. ഹിന്ദി മതി. ആ ഹിന്ദി ഇഷ്ടമുള്ളവർക്ക് ഡേറ്റാണിക്കുണ്ട്. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ, എന്നാ മാത്സ് വേണമെന്നുള്ള ഡേറ്റ് കാണിച്ചേ. മാത്സ് മതി ഞങ്ങൾക്ക്, മാത്സ് മതി എന്നുള്ള ഡേറ്റ് കാണിച്ചേ. ഉഫ്, ഫുള്ള് മാത്സ്. അന്ന് നോക്കിയാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്സിന്റെ എക്സാം കേട്ടോ, പേടിക്കണ്ട. ഹാപ്പി ആയില്ലേ? ഓക്കെ, എന്നാൽ ഞാൻ ചെറിയൊരു ടാസ്ക് കേട്ടോ. ഇത്ര നേരം എഴുതിയല്ലേ? ചെറിയൊരു ടാസ്ക് കേട്ടെ. ഓക്കെ അല്ലേ? ഹെഡും ടെയിലും സെയിം. സെന്ററില് യു ആർ. ഹെഡും ടെയിലും സെയിം, സെന്ററില് യു ആർ. കണ്ടുപിടിച്ചേ. പെട്ടെന്നാണ് കേട്ടോ, പെട്ടെന്നാണ് ഓടിക്കുക. ഹെഡും ടെയിലും സെയിം, സെന്ററിൽ യു ആർ. ഒരു വേർഡാണ്. എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണോ അത്? എല്ലാ നാട്ടിലും കാണും അത്. പൊതുവായിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. എല്ലാവരും ഒരു പ്രത്യേക ദിവസം മാത്രം അങ്ങോട്ട് പോവും. ഒരുപാട് ക്ലൂ തരാൻ പറ്റില്ല. ഒരുപാട് ക്ലൂ ഒന്നും കണ്ടുപിടിച്ചു കൊടുത്തേ. യെസ്, പേരെന്താ സാറേ? നിരഞ്ജൻ കണ്ടുപിടിച്ചോ? എന്താ മോനെ? ടെൻത്തോ സാറേ? ടെന്റ്. ശരിയല്ലോ, തെറ്റാണല്ലോ. അന്ന് ടെന്റ് എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ നാട്ടിലും ടെന്റ് ഉണ്ടാവോ? ഇല്ല, അവ തെറ്റല്ലേ? യെസ്, ഓക്കെ സാറേ. അസ്ഹാഷ്. ഓക്കെ, അസ്ഹാഷ്. എന്താ മോനെ? ബസ്. ഓ, ഫ്രണ്ടും ബാക്കും സെയിം. അപ്പൊ ഡ്രൈവർ ഫ്രണ്ടിരിക്കൂല്ലോ. എന്നിട്ട് ഇത് മൂവ് ചെയ്യേണ്ട സാധനമല്ല. ഇത് എവിടെയാണോ അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. കണ്ടുപിടിച്ചോ? ഡെല്ല പറഞ്ഞുതരും. ഡെല്ല കണ്ടുപിടിച്ചു. ചർച്ചാണോ? അത് ചർച്ച് എന്ന് പറയാൻ കാരണം എന്താ? ബാക്ക് ഫ്രണ്ട് സെയിം ആന്ന് പറഞ്ഞ എങ്ങനെയാ? റീസൺ കൂടി പറയണം. മിഡിക്ക് ഒരു ക്ലാപ്പ് കൊടുത്ത സുഭാവം. അടിപൊളി. റൈറ്റ് ആൻസർ കേട്ടാ. ദേ ഇത്രയുള്ള സംഭവം. ദേ ചർച്ച് CH, ഫ്രണ്ട്. ദേ ബാക്ക് CH, സെൻട്രൽ എന്താ? UR. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ചർച്ച്. അപ്പൊ ഡെല്ല സൂപ്പർ. അടിപൊളി. അതിൽ പറഞ്ഞാണോ? നീ ഡെല്ല തന്നെ കണ്ടുപിടിച്ചാണോ? തന്നെ കണ്ടുപിടിച്ചാണ്. അപ്പോ അജൽ സാറ് മന്തി കൊടുത്തുവിടുന്നതിന്റെ കൂടെ സാർ ഒരു ഫാമിലി പാക്ക് ഡെയറി മിൽക്കും കൊടുത്തുവിട്ടേ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതിനോട് കിട്ടിക്കൂടെ? സ്കാം. അജൽ സാറ് മറിച്ചു. ഓക്കെ, അജൽ സാറ് രണ്ടു കഴിച്ചിട്ട് ഇറങ്ങണം അങ്ങോട്ടേക്ക് അല്ലേ? ഓക്കെ മക്കളെ, ഒന്ന് തലയൊക്കെ പോകഞ്ഞില്ലേ? സെറ്റല്ലേ?
ഓക്കെ ആണല്ലോ, നമുക്ക് ബാക്കി നോക്കിയാലോ. ഇത് കുറച്ചെണ്ണ അടുത്ത ടാസ്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ നമ്മൾ എത്തും കഴിഞ്ഞു. അടുത്ത നമ്മുടെ സർവനാം ഏതാ മക്കളെ? അടുത്ത സർവനാം ഓ ഇത്ര നേരം കുസൃതി ചോദിച്ചപ്പോ ഭയങ്കര ആലോചന നമ്മൾ ആലോചിച്ചു. അടുത്ത സർവനാമേന്ന് വെച്ചപ്പോ ഓ സർവനാമ അതെന്നാ സാധനം എന്നുള്ളതിലാണ് ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, സർവനാം നെക്സ്റ്റ് സർവനാം പറഞ്ഞുതരാം വിജി സാറേ. ഫായിക്ക് പറഞ്ഞുതരാം മിടുക്കാൻ. അടുത്ത സർവനാം ഏതാ മക്കളെ? യഹാണോ? അതിന് മുന്നേ പറഞ്ഞല്ലോ തൂത്തും കഴിഞ്ഞ ഒരാളുണ്ടല്ലോ ആ വെച്ചിട്ട്. ആ ആപ്പ്. അർത്ഥം എന്താ ആപ്പിന്റെ? പഠിച്ചില്ലല്ലേ? ഞാനാ വടി എവിടെ സാറേ? എടാ എവിടെ സ്ഥലം നിന്റെ? തൃശ്ശൂർ. ആ ഇവിടെ അടുത്താണ്. എന്നിട്ടാണ് സ്കൂട്ടർ ഓടിച്ച് വരട്ടെ അങ്ങോട്ടേക്ക്. തൃശ്ശൂർ എവിടെയാ? പാവരട്ടി. നമ്മുടെ മറ്റേ പാവരട്ടി പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ? അത് തന്നെ. ഇവിടെ നിന്ന് എത്ര സ്ഥലം? അധികം ദൂരമില്ലല്ലോ സാറേ. 30 കിലോമീറ്റർ. അപ്പൊ ഒരു 3/4 മണിക്കൂർ യാത്ര. കുഴപ്പമില്ല. എന്നാ വരട്ടെ അങ്ങോട്ടേക്ക് രണ്ടും തരാനായിട്ട്. എല്ലാവരും പേടിച്ചിട്ടാ തൃശ്ശൂരൊക്കെ ഒരു സാറേ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണല്ലോ അല്ലേ? തൃശ്ശൂർ വീടുള്ള കാണിച്ച് തൃശ്ശൂർ വീടുള്ള തൃശ്ശൂർ എറണാകുളം വീടുള്ള കാണിച്ച്. ആ ഈ രണ്ട് സ്ഥലത്ത് എനിക്ക് വരാട്ടെ. ഞാൻ എന്റെ ഏകദേശം സെന്റർ ആയിട്ടുള്ള സാറേ നിൽക്കുന്നത്. തൃശ്ശൂർ എറണാകുളം എവിടെയാണെങ്കിലും വരാട്ടാ. അപ്പൊ ഈ ഉള്ളവരൊക്കെ മര്യാദക്ക് പഠിച്ചു തുടങ്ങിക്കോട്ടാ. അല്ലെങ്കിൽ ഞങ്ങൾ വരുവേ ടീമായിട്ട് വരൂട്ടാ. എല്ലാവരും ഉണ്ടാവും. അപ്പോ മന്തി ആയിരിക്കില്ല കൊണ്ടുവരാ, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടുവരാട്ടോ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ആപ്പിന്റെ മീനിങ് ഒരാൾ പറഞ്ഞേ. ആപ്പിന്റെ മീനിങ് ആര് പറഞ്ഞുതരും? യെസ്, ലോഡ്സ് ഓഫ് ഉണ്ട്. വിളിച്ചോ സാറേ ഇഷ്ടംപോലെ. സെബ. സെബ യെസ് സെബ. ഹായ് ഹായ്. എന്താണ് മക്കളെ ആപ്പിന്റെ മീനിങ്? എന്താ മക്കളെ? യു യു എന്ന് മാത്രം പറഞ്ഞോളൂ. ഞാനെന്ന് മലയാളം പറഞ്ഞില്ലേ? ഓക്കെ, യു എന്നും പറഞ്ഞു. അതിനൊപ്പം പറഞ്ഞ മലയാളത്തിലാണെങ്കിൽ താങ്കൾ കൊണ്ട് ചെയ്തേക്കണം മക്കളെ കേട്ടോ. യു എന്നാ പറഞ്ഞത് ശരിയാണ്. താങ്കൾ കൊണ്ട് ചെയ്ത് വെച്ചോ കേട്ടോ. മലയാളത്തില് മലയാളം വേണ്ടത് താങ്കൾ കൊണ്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഇനി സിമ്പിൾ ആണ് കേട്ടോ. ആ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ തനിയാണ് എഴുതാൻ പോകുന്നത്. സാർ ഇത് മാത്രമേ എഴുതരുള്ളൂ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ആ പ്ലസ് നേ കണ്ടുപിടിക്കുക. ദെൻ ആ പ്ലസ് കോ കണ്ടുപിടിക്കുക. ആ പ്ലസ് സേ കണ്ടുപിടിക്കുക. ആ പ്ലസ് മേ കണ്ടുപിടിക്കുക. ആ പ്ലസ് പർ കണ്ടുപിടിക്കുക കേട്ടോ. പെട്ടെന്ന് കണ്ടുപിടിച്ച്. ആരാണ് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നോട്ടെ. 5 കൊണ്ട് പെട്ടെന്നുണ്ടോ. സിമ്പിൾ ആണ്. ആ പ്ലസ് നെയിം ആദ്യത്തോടെ സാറ് പറഞ്ഞുതരാം. ബാക്കിയുള്ള ഇരിക്കും. ഓക്കെ അല്ലേ? ആദ്യത്തെ ഒരു ട്രെയിൽ വേണ്ടേ? ചെറിയ ട്രെയിൽ പോകാം. ആ പ്ലസ് നെയിം ആപ്നെ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? വല്ല മാറ്റം വന്നാ ഇല്ല? ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കഴിഞ്ഞ പേരെന്താ സാറേ? അദ്നാൻ. മിടുകൻ. അടിപൊളി. എഴുതിയാണോ നീ? വാവ് സെറ്റ്. ഓക്കെ, ആ പ്ലസ് കോ ആപ്കോ. മിടുകൻ. ആ പ്ലസ് കോ ആപ്കോ. കിട്ടിയോ മക്കൾ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇടാ. നെക്സ്റ്റ് ഇടാ. ആ പ്ലസ് സേ മുഹമ്മദ് നിഹാൽ. അൺമിടാ കേട്ടോ. അയ്യോന്നാ ആപ്സി. എന്താ അവിടെ ചെയ്യുന്ന മിടുക്ക? എന്ത് പണിയിലാണല്ലോ അവിടെ? എഴുതുന്നുണ്ടോ നീ? കുറച്ച് ബിസി ആയി പോയല്ലോ. ഓക്കെ, വേഗം വേഗം കഴിച്ചിട്ട് എഴുതാട്ടോ. ഓക്കെ, ആപ്സി കറക്റ്റ് ആണോ? ആപ്സി മക്കളെ. ആപ്സി എഴുതുമ്പോ ഗ്യാപ്പ് ഇട്ട് എഴുതിക്കോ കേട്ടോ. ഒരു ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അന്നേരം ആപ്സി എന്നല്ല നമുക്ക് കാണാറുള്ളൂ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള് സനിക. ഹായ് സനിക. ഓക്കെ, സനിക എന്ന് പറയുമ്പോ ഒരു പാട്ടിന്റെ സ്വരം പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞേ. ആ പ്ലസ് മെയിം ആപ് മെയിം. മിടുകി. ആ പ്ലസ് മെയിം ആപ് മെയിം. ഓക്കെ, ലാസ്റ്റ് വൺ. ആരാ പറയാൻ പോകുന്നത്? ഇഷാം. നിഷാർ. ഹിഷാം. സോറി, ഹിഷാം. ആ എന്തൊക്കെയുണ്ട്? ആ ഓക്കെ. ആ പ്ലസ് പർ ആപ്പർ. മിടുകൻ. കറക്റ്റ് ഉണ്ടോ? ആപ്പർ. ഓക്കെ അല്ലേ സാറേ?
ഓക്കെ, അപ്പൊ ഈ 5 ഓക്കെ ആണല്ലോ. ഒന്ന് വായിച്ച് കൂടുതലായിരുന്നു വായിച്ചേ. ആ പ്ലസ് നെ, ആപ്നെ, ആ പ്ലസ് കോ, ആപ്കോ, ആ പ്ലസ് സേ, ആപ് സേ. എടാ ഇവിടെ ശ്രദ്ധിക്കടാ. ആ പ്ലസ് മെയിം, ആപ് മെയിം, ആ പ്ലസ് പെർ, ആപ് പെർ. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റിൽ. അതേ നെക്സ്റ്റ് ഇനി കുറച്ചുകൂടി ഉണ്ടല്ലോ, ഒരു 4 പേരുണ്ട്. അതും ഇതുപോലെ വളരെ എളുപ്പമാണ്. ആപ് പ്ലസ് ക, ആപ് प्लस की, आप प्लस के, आप प्लस के लिए. ഒന്ന് കണ്ടുപിടിച്ച് മക്കളെ വേഗം. ആ പ്ലസ് കാ, ആ പ്ലസ് കി, ആ പ്ലസ് കെ ലിയെ. യെസ് സാർ, ടാറ്റ ആണെങ്കിൽ വിളിച്ചു സാറേ. യെസ്, പേരെന്താ? ജസ്ലിനെ കണ്ടുപിടിച്ചോ? മെഡിക്കി ഒന്ന് പറഞ്ഞേ. ആ പ്ലസ് കാ മക്കളെ. आपका सुपर എഴുതി കഴിഞ്ഞത്. ഓക്കെ ഓക്കെ മെഡിക്കി സൂപ്പർ. ആ പ്ലസ് കാ, ആപ്കാ. മക്കളെ കിട്ടിയോ എല്ലാവർക്കും ഇത്? ആപ്കാ കിട്ടിയോ? ഓക്കെ ആണല്ലോ. ദെൻ ആ പ്ലസ് കി എന്നറിയാം. ആ പ്ലസ് കി. നെക്സ്റ്റ് വിളിച്ചു സാറേ. ഭൂരേഷ്. ആ പ്ലസ് കി, ആപ്കി. മിടുകൻ, കറക്റ്റ് ആണോ? ഓക്കെ സാർ. നെക്സ്റ്റ് എയ്ന. ആ പ്ലസ് കെ, സിമ്പിൾ സാധനം. ആപ് കെ, മിടുകി, കറക്റ്റ് സാധനം. ഓക്കെ സാർ. നെക്സ്റ്റ് നിരഞ്ജൻ. നിരഞ്ജ. ആപ് പ്ലസ് കെ നമുക്കറിയാം, ആപ് കെ അറിയാം അല്ലെ? ഒരു തിരുടി ഉണ്ട്, അപ്പൊ എന്താവും മാറും? ആപ്കെ ലിയേ. സൂപ്പറാ. ആപ്കെ ലിയേ. സാർ എന്തിനാണെന്നറിയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണേ. പഠിച്ചില്ലേ? പറഞ്ഞു പഠിച്ചില്ലേ? ഇപ്പൊ കുറച്ചൊരു പറഞ്ഞു പഠിച്ചിട്ട് പറഞ്ഞു പഠിച്ചെങ്കിൽ സെറ്റ് അല്ലേ? ആ പ്ലസ് നെ, ആപ്നെ, ആ പ്ലസ് കോ, ആപ്കോ, ആ പ്ലസ് സേ, ആപ് സേ, ആ പ്ലസ് മെയിം, ആപ് മെയിം, ആ പ്ലസ് पर, आप पर, आ प्लस का, आपका, आ प्लस की, आपकी, आ प्लस के, आपके, आ प्लस के लिए, आपके लिए. പെട്ടെന്ന് എഴുതിക്കാൻ മക്കളെ കഴിയും. വേഗം എഴുതിക്കേ. ഓക്കെ മക്കളെ, എന്താണ് ഡൗട്ട്? സെബ എന്താ മക്കളെ ഡൗട്ട്? ആ എഴുതിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ എഴുതുമ്പോൾ അങ്ങനെ എഴുതാറില്ല കേട്ടാ. കാരണം രണ്ട് വേർഡ്സ് ആയിട്ട് വരുമല്ലോ. അതുകൊണ്ട് കേട്ടോ നമ്മൾ സാധാരണ ടെസ്റ്റ് ബുക്കിലൊക്കെ ആപ്സിന്ന് ഒരുമിച്ച് കണ്ടുണ്ടായി വരാറുണ്ട്. എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതിലും നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാൻ കൂടുതൽ കേട്ടോ. അതുകൊണ്ട് എഴുതിയ കേട്ടോ. വിഷയമൊന്നുമില്ല എഴുതിയത് കേട്ടോ. ഒരുമിച്ച് എഴുതണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. നോ ഇഷ്യൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ തു പ്ലസ് പെർ വരുമ്പോ തുജിപ്പർന്ന് കൂട്ടി എഴുതാം അല്ലെ? അതുപോലെ ഇവിടെ വേറെ കൂട്ടവും വേറെ അക്ഷരങ്ങളും വരുന്നില്ലല്ലോ, നേരെ അങ്ങ് എഴുതല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ആ മെയിം നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല അല്ലെ? ഗ്രാമറിൽ നോക്കുമ്പോൾ കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ആരും കണ്ടോ ഒരുമിച്ച്? ഇടയ്ക്ക് ആപ്സി എന്നുള്ള ചിലപ്പോൾ ഒരുമിച്ച് വരാറുണ്ട്. ആപ്മേന്ന് ഒരുമിച്ച് ആരും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? യെസ്, ഇത് ഓക്കെയല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ടാസ്ക് ആയിട്ട് ഒരു സോങ്ങിലോട്ട് വരും സാറേ, ചെറിയൊരു സോങ്ങിലോട്ട്. അപ്പൊ ഒരു പാട്ട് ആര് പാടും? പാട്ട് പാട്ട് ആര് പാട്ട് ഗായകരാരല്ലോ സാർ ഇവിടെ? ഗായകർ ആരാണ് സാറേ? നിവേദ് പാടും. നോക്കട്ടെന്നോ? അപ്പൊ നീ പാടും? എനിക്കറിയാം. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതം എന്നർത്ഥമല്ലോ സാറേ. ഞാൻ പാടും, നിങ്ങൾ പാടി ഞാനും പാടും. ഓക്കെ അല്ലേ? ഇന്ന് മക്കളെ നിങ്ങൾ കേട്ടല്ലോ, ഞാൻ ഒന്ന് ചുമച്ച കേട്ടല്ലോ. ഇടുന്നിട്ട് ഒരു രക്ഷ വെച്ചില്ല. സൗണ്ട് കംപ്ലീറ്റ് പോയി കിടക്കുന്ന സാറിന്റെ. നെക്സ്റ്റ് ക്ലാസ്സിലാവട്ടെ കേട്ടോ. സൗണ്ട് ഒക്കെ റെഡി ആക്കിട്ട് വരാം. എന്റെ സൗണ്ട് മാറിയിട്ടില്ലേ? മാറിയിട്ടില്ല എന്റെ സൗണ്ട്? യെസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ സെറ്റ് ആക്കാം കേട്ടോ. സൗണ്ട് അടങ്ങിയിരിക്കണം. അപ്പൊ നിവേദ് റെഡി? 1 2 3 പിന്നെ ഇപ്പൊ പാടാൻ പറഞ്ഞു. ഇന്നലെ പാടണ്ടേ? മറ്റേ ഇത് പാടറോ? അയ്യോ എന്തായിരുന്നു സാറേ പാട്ട്? കാട്ടുചെമ്മ അറിയോ? പള്ളിച്ചട്ടമ്പിലെ പാട്ട്. കിളിയെ പച്ച കിളിയെ, പച്ചമാങ്ങ അറിയോ? അതൊന്നും അറിയില്ല. ഏതാ അറിയാന്ന്? നീ ഏതാ കേൾക്കാറ് പാട്ട്?
കേക്കാറേ ഉള്ളൂ, ഒന്ന് പാടി നോക്കട്ടെ. വാഴയിലെ പാട്ടറിയോ? അറിയാതെ പറയാതെ. ഓ എടാ നീ ഇങ്ങനെ വെയിറ്റ് ഉള്ളടാ. സാറേ ഒന്ന് നീ ഒന്ന് ആലോചിക്കും സാറേ. നെക്സ്റ്റ് സാറേ ഇപ്പഴത്തേക്കുന്ന ആള് പേരെന്താ സാറേ? പേരെന്താ സാറേ? ഷിയോമിന്ന് പേരിട്ടുന്ന ആള്, കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആള്. ആ യെസ് യെസ്. ഹായ് മക്കളെ, പേരെന്തോടാ? ഷിയോമി 2311DR എന്ന് എഴുതിച്ചിട്ടുണ്ട്. പോയി. ഓക്കെ റെഡി. ഞാൻ പാടാന്നുള്ള ഹാൻഡ് സീറ്റാണ് സാറേ. ഞാൻ പാട്ട് പാടും, ഞാൻ പാടാന്നുള്ള ധൈര്യമുള്ളൊരു ഹാൻഡാണ്. നിവേദ് പാടില്ലേ? നിവേദ് മറ്റേ പിച്ചുടിക്കണം, ആ പിച്ചുടിച്ചോണ്ടിരിക്കണം അല്ലേ? റെഡിയാണോ? റെഡിയല്ല? ഓക്കെ സാർ, എന്നാ റെഡി ആയിട്ട് ഒരാൾക്ക്. ഓക്കെ പഠിച്ചിട്ടോ? ഓക്കെ നമുക്ക് ഒന്നും പറയത്തില്ല, കാവിലെ പാട്ട് മത്സരത്തിനാണോ നമുക്ക്? ഓക്കെ സാറേ പേരെന്താ? പേര് സാറേ? സച്ചു പാടും. ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. പാട്ട് പാടോ? എടാ നീ പറഞ്ഞ എനിക്ക് കേക്കാ. നീ പറഞ്ഞ എനിക്ക് കേക്കാം. എന്തൊക്കെ കഷ്ടപ്പാടാ നോക്കി. എനിക്ക് കേൾക്കാം, നിങ്ങക്ക് ബാക്കിയുള്ളവർക്ക് കേൾക്കാലോ. അവൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക്. യെസ് എനിക്കും കേൾക്കാം. നീ പാടിക്കോ. സോങ് സോങ്. ആ സോങ്, സിംഗ് സോങ്. ആ യെസ് അവൻ പറഞ്ഞു, അങ്ങനെ ഓക്കെയാണ്. റെഡി? റെഡിയാണ്? ഓക്കെ ഓക്കെ സാറേ. ആരാണ് സാറേ? നിഹാലേ എടാ ഒരു പാട്ട് പാടറ. 2-3 മിനിറ്റ് ആരാ ചോദിച്ചോണ്ടിരിക്കുന്നേ. ആ പാടിക്കോ. റെഡിയാണ്, സെറ്റ്, മിടുക്കൻ. ഓക്കെ ഓക്കെ ഡൺ. അസംബ്ലി കഴിഞ്ഞ തുടങ്ങി യുദ്ധം എടുക്കാൻ മുമ്പില്ലേ ക്ലാസ്സിൽ 48 പേർക്ക് സ്കൂളിൽ ഇരിക്കുന്നവരല്ലെന്ന ത്രിമിയുടെ അറിയും ബുദ്ധിയും പഠിക്കുന്നില്ല. ആണും പെണ്ണും എന്നൊരു ആചാരം. പിന്നെ സ്റ്റാഫ് റൂമുകൾ ചർച്ചകളായി സിലബസിനെ അടിച്ചേൽപ്പി ചർച്ചകളായി വേറെ. പിന്നെ സ്റ്റാഫ് റൂമുകൾ ചർച്ചകളായി എന്തൊരു വിവരം. ദിസ് ഇസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദിസ് ഇസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഓ എനക്ക് മ്യൂസിക് വന്നിട്ട് അടിപൊളി, സൂപ്പർ. ഓക്കെ ഇനി ബോയ് ഒരാളെ അവരെ കഴിവിച്ചു. ഇനി ഗേൾസ് ആരെങ്കിലും? ഗേൾസ് സാർ ആരും നേരത്തെ പാടാൻ പറഞ്ഞു പറഞ്ഞേ? നിഹാരിക. നിഹാരിക ഇല്ല. നിഹാരി റെഡിയാണ് സാറേ, വന്നാണെന്ന് തോന്നുന്നു. റെഡിയാണോ? ആ യെസ് നിഹാരിക പാടട്ടെ സാറേ. യെസ് ആ റെഡി സാറേ. അഡ്മിറ്റ് ചെയ്തോ? യെസ് അഡ്മിറ്റ് ആയി. ആയില്ലേ? പെട്ടെന്നോട്ടെ പെട്ടെന്നോട്ടെ. യെസ് ഓക്കെ. അപ്പോ നമുക്കെന്നാ ബാക്കി നോക്കിയാലോ? നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമൽ സാറിന്റെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരിക്കും. സാറ് പറയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മക്കളപ്പോ അടുത്ത സർവനാമം പറഞ്ഞാ. അടുത്ത സർവനാമം ആരാ വിളിക്കും സാറേ? ആര് സാറേ? ശ്രേയ പറഞ്ഞാലോ? ശ്രേയ
യഹ് യഹാണോ വഹാണോ എടുക്കുന്നത്? യഹാണോ? യഹിന്റെ അർത്ഥം എന്തൊക്കെയായിരുന്നു മക്കളെ? പോയോ? ഓക്കെ, നെക്സ്റ്റ് കളിച്ചു കുഴപ്പമില്ല. ആ ആ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞത് മക്കളെ? ആ ഇത്. ആ ഇത് ഓക്കെ, കുഴപ്പമില്ല, വെള്ളം മതി. പിന്നെ ഇംഗ്ലീഷ് എല്ലാവർക്കും തന്നിറല്ലേ? ഞാൻ മലയാളം നിന്ന് ചോദിച്ചോട്ടോ, മലയാളം കൂടെ ചോദിച്ചോ. ഇത് എഴുതുമ്പോൾ എഴുതി വെച്ചോട്ടോ. ഇത് പിന്നെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇത് വേറെ ആൾക്ക് പറയാം, കുഴപ്പമില്ല സാർ. ഗോ ഫോർ നെക്സ്റ്റ്. സെയിം സെയിനെ പറഞ്ഞേ. ഇത് ആ ഇവൻ മിടുകൻ. ഇവൾ ഇവൻ ഇത് യെസ്. മൂന്നും ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഇത് ശ്രദ്ധിച്ച മക്കളെ. അപ്പൊ യേഹ് സാർ ഇത് ഇടും കേട്ടോ. യേഹ് ഇട്ടു. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചേ. യഹ് ആദ്യത്തെ സാറോടും കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ എഴുതണം കേട്ടോ. ബാക്കി നിങ്ങള് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ അല്ലേ? നോക്കാം. ബാത്ത് നോക്കിക്കേ. യഹ് പ്ലസ് നേ ഇപ്പുറത്തേക്ക് വരുമ്പോ യഹ് എന്നുള്ളത് ഇസ്സായി മാറും കേട്ടോ. എന്തായി മാറി? ഇസ്സായി മാറി. കണ്ടോ? ഇപ്പൊ എന്തായി മാറും? യഹ് പ്ലസ് നേ ഇസ്നേ. ഓക്കെ ആണോ? യഹ് പ്ലസ് നേ ഇസ്നേ. അപ്പോ യഹ് പ്ലസ് കോ കണ്ടുപിടിക്കുക, യഹ് പ്ലസ് സേ കണ്ടുപിടിക്കുക, യഹ് പ്ലസ് മെയിൻ, യഹ് പ്ലസ് പർ. പെട്ടെന്ന് കണ്ടുപിടിച്ചു മക്കളെ. ഓക്കെ, ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. യഹ് പ്ലസ് നേ, യഹ് പ്ലസ് കോ, യഹ് പ്ലസ് സേ, യഹ് പ്ലസ് മേ, യഹ് പ്ലസ് പർ. കണ്ടുപിടിക്കില്ലേ? സിമ്പിൾ അല്ലേ? എന്തായി മാറും? നേരത്തെ നമ്മൾ തൂവൊക്കെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മാറ്റം ഉണ്ടായിരുന്നില്ല അല്ലേ? പക്ഷെ ഇവിടെ എന്തായി? യഹ് എന്നുള്ളത് ഇസ്നയായി. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആവാ? സാറേ ഒരാൾ വിളിച്ചു സാറേ, വിളിച്ചു. പേരെന്താ സാറേ? ശ്രീദേവി പറഞ്ഞു. യഹ് പ്ലസ് കോ എന്തായിരിക്കും മക്കളെ? യഹ് പ്ലസ് കോ യഹ്കോയാണോ? ഞാൻ എന്താ പറഞ്ഞേ ഇങ്ങോട്ട് വരുമ്പോ? ആ ഇസ്കോ. ഇനി ബാക്കിയൊന്നും കണ്ടുപിടിച്ച എല്ലാവരും? യഹ് പ്ലസ് കോ ഇസ്കോ. മെഡിക്കി കറക്റ്റ് ഉണ്ടോ? യെസ് സാർ. മൈനസ്. ഓക്കെ മക്കളെ, എഴുതി കഴിഞ്ഞാൽ കാണിച്ചാ സിമ്പിൾ അല്ലേ? പഠിച്ചില്ലടാ എഴുതാനായിട്ട്? ഇനിയിപ്പോ കംപ്ലീറ്റ് ചെയ്താൽ പറ്റുമല്ലോ. ഓക്കെ സാറേ വിളിച്ചു സാറേ. അന്ന ഹായ്. ഹന്ന യെസ്. ഇൻട്രസ്റ്റ് ആയല്ലേ? പഠിച്ചില്ലേ സംഭവം? ആ യഹ് പ്ലസ് എന്തായിരിക്കും മക്കളെ? ഇസ് സേ. മിടുക്കി. റൈറ്റ് ആൻസർ എടാ. ഓക്കെ സാറേ. ഗോ ഫോർ നെക്സ്റ്റ്. എല്ലാരും വിളിക്കുന്നില്ല പരാതിയില്ലേ? ഇന്ന് എല്ലാരും വിളിക്കുന്ന ദിവസമാണ്. അനന്യ ഹായ്. അനന്യ യഹ് പ്ലസ് മെയിൻ. ആ ഇസ്മെയിൻ. ഓക്കെ നെക്സ്റ്റ് ആർസേ. ഗൗതം. എടാ ഇനി ആരും എഴുതണ്ട, ഇനിയോട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. തെറ്റണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എടുത്തേ. ശ്രദ്ധിച്ചിരിക്കുക. ഗൗതം മിടുക്ക. പറഞ്ഞേ യഹ് പ്ലസ് പർ. യഹ് പ്ലസ് പർ ഇസ്പർ. മിടുക്കൻ. ഓക്കെ സാർ. നെക്സ്റ്റ് വിളിച്ചു സാറേ. അവന്തിക. യഹ് പ്ലസ് കാ. അവന്തിക അൺമിട്ടാക്ക. ഓക്കെ അവന്തിക. ഓക്കെ നെക്സ്റ്റ് ടൈം. പിന്നെ സാറേ ഹരിഗോവിന്ദേ ഹായ്. എഴുതി കഴിഞ്ഞാ കൊടുക്ക. എഴുതിയോ? എടാ അൺമിട്ടിയടാ. ഓക്കെ സാറേ അവനെ ഒന്ന് സാറുമാർ വിളിക്കാൻ പറയാം. ഓക്കെ സാറേ. നെക്സ്റ്റ് ഫൗദേ മോനെ എഴുതിയോ?
ഓക്കെ എ പ്ലസ് കാ എന്നാ മക്കളെ इसका ഇസ്കാ സൂപ്പറാ എ പ്ലസ് കാ ഇസ്കാ ഓക്കെ സാർ നെക്സ്റ്റ് ആയിഷ ആയിഷ എ പ്ലസ് കീ इसकी ഇസ്കി സൂപ്പറാ ഓക്കെ സാർ ഗോ ഫോർ നെക്സ്റ്റ് വൺ ഷാലിൽ ഷാലി എ പ്ലസ് കെ इसके എ പ്ലസ് കെ इसके ഇസ്കെ മിടുകി റൈറ്റ് ഇടാ കാണാലോ അല്ലേ ഓക്കെ സാർ നെക്സ്റ്റ് ആൾ സാറേ ആരാധ്യ യഹ് പ്ലസ് കെ ലിയേ റൈറ്റ് എന്താ പറഞ്ഞേ इसके लिए ഇസ്കെ ലിയേ ഓക്കെ മക്കളെ കംപ്ലീറ്റ് ശരിയായ കംപ്ലീറ്റ് ശരിയായവരൊന്നും നെറ്റ് കാണിച്ചേ സെറ്റ് അല്ലേ പഠിച്ചില്ല സിമ്പിൾ അല്ല സാധനം ഓക്കെ ആണല്ലോ ഓക്കെ ഇതിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ എന്തുള്ളൂ അടുത്തേക്ക് ഉള്ളൂ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് പോവാം യഹ് പ്ലസ് നെ ഇസ്നെ യഹ് പ്ലസ് കോ ഇസ്കോ യഹ് പ്ലസ് സേ ഇസ്സേ യഹ് പ്ലസ് മേം ഇസ്മേം യഹ് പ്ലസ് പ ഇസ്പ യഹ് പ്ലസ് കാ ഇസ്കാ യഹ് പ്ലസ് കി ഇസ്കി യഹ് പ്ലസ് കെ ഇസ്കെ യഹ് പ്ലസ് കെ ലിയേ ഇസ്കെ ലിയേ പഠിച്ചോ പഠിച്ചോ ഓക്കെ അല്ലേ അപ്പോൾ സാറേ നമുക്ക് ചെറിയ ബ്രേക്കിന് ടൈം ആയിട്ടുണ്ട് അല്ലേ ഓക്കെ മക്കളെ ഇത് എല്ലാവരും എഴുതിയിരുത്തില്ലേ എല്ലാവരും എഴുതിയിരുത്തിൻ്റെ കാണിച്ചേ സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചെറിയ ബ്രേക്കിലോട്ട് പോവാം ബ്രേക്ക് എടുത്ത് ഫേസ് കഴുകി ഓടിപ്പോയിട്ട് ഓടി പോയോ കേട്ടോ യെസ് അല്ലേ ഓക്കെ ഉള്ള അപ്പോൾ നമ്മുടെ അവിടെ കുറച്ചേരം വീഡിയോ ഫണ്ടെല്ലാം പെട്ടെന്ന് വീഡിയോ നോക്കി വേഗം വീഡിയോ നോക്കാം കേട്ടോ പെട്ടെന്ന് വീഡിയോ നോക്കാം മക്കളെ ശ്രദ്ധിച്ചടാ നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്തത് യഹ ആയിരുന്നു ഇനി അതിന്റെ പ്ലൂറലായിട്ടുള്ള എ ആണ് സാർ എടുക്കുന്നത് കേട്ടോ എയുടെ അർത്ഥമൊക്കെ എന്തായിരുന്നു ഇവർ ഇവ ഓക്കെ അല്ലേ ഇവർ ഇവ സെറ്റ് ആണല്ലോ അപ്പൊ സാറിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ എ പ്ലസ് നെ നേരെ നമ്മള് യഹ് പ്ലസ് നെ എന്ത് എഴുതി ഇസ്നീന്ന് എഴുതി അല്ലേ ഇതെന്ത് വരും സജേ ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ നെയിം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ നെയിം മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് എ പ്ലസ് നെ എന്നുള്ളത് ഇനോനെ എഴുതണം കേട്ടോ ഇനോനെ ഇനോനെ എന്നുണ്ട് വൺസ് മോർ ഓൾറെഡി ഉണ്ട് ഇനോനെ ദെൻ ഇനെയിം രണ്ടെണ്ണം കേട്ടോ ഇനോനെയും ഇനെയിം യെസ് ഓക്കെ ഇത് ഇവിടെ നോക്കിയോ എ പ്ലസ് കോ ഇൻകോ ഓക്കെ അല്ലേ എ പ്ലസ് കോ ഇൻകോ ഇനി ബാക്കി നമ്മളോട് ചോദിക്കുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് ബാക്കിയെല്ലാം സെയിം പാറ്റേണേ ഇന്ന് വരും കേട്ടോ ഓർമ്മ പറഞ്ഞുതരാം എ പ്ലസ് സേ ഇൻ സേ ഐഡിയ കിട്ടിൻ്റെ കാണിച്ചു മക്കളെ ഐഡിയ കിട്ടിൻ്റെ കാണിച്ച് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ളത് വേഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ യെസ് കഴിഞ്ഞിട്ട് ആരാണ് മക്കളെ കഴിഞ്ഞെങ്കിൽ സിമ്പിൾ അല്ലടാ സെറ്റ് അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിക്കാം സാറേ എനോഷ് എനോഷേ എ പ്ലസ് മെയിം ഒന്ന് പറഞ്ഞ മക്കളെ ഇൻമെയിം മിടുകൻ റൈറ്റ് ആൻസർ ഓക്കെ സാർ നെക്സ്റ്റ് ആളിച്ചു ഇസ ഇസ എ പ്ലസ് പെർ അൺമ്യൂട്ടഡ് പറഞ്ഞേക്കുള്ളൂ ഇൻപർ യെസ് ഓക്കെ സാർ നെക്സ്റ്റ് ആളിച്ചു സജിത എ പ്ലസ് കാ ഇൻകാ ഓക്കെ മിടുകി റൈറ്റ് സാർ നെക്സ്റ്റ് ആളിച്ചു ആദിത്യൻ എ പ്ലസ് की
ഇൻകി. ഓക്കെ നെക്സ്റ്റ് എ പ്ലസ് കെ. തമീം. ആ യെസ് പറ്റുന്നുണ്ട്. എ പ്ലസ് കെ ഇൻകി മിടുക്കൻ. ए प्लस के लिए പ്രണവേ ഇൻകെ ലിയേ മിടുകൻ. മക്കളെ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ശ്രദ്ധിച്ചേ. യഹ് പഠിച്ചു അല്ലേ? യഹ് പഠിച്ചപ്പോ എന്തില് തുടങ്ങിയേ? ഇസ്സില തുടങ്ങിയ ഒരു ബോക്സിൽ പഠിച്ചിട്ടുള്ള സൈഡിലെ ഇസ്സില് തുടങ്ങി. ദെൻ എ ആണെങ്കിൽ എന്ത് തുടങ്ങി? ഇന്നില് തുടങ്ങി. കണ്ടോ? ശരിയല്ലേ? നോക്കിക്കേ, ഇവിടെ ഇൻ തന്നെയല്ലേ, ഹായോട് ചേർന്നല്ലേ ഉള്ളൂ. കണ്ടല്ലോ കണ്ടല്ലോ. അതുപോലെ വഹ് ആണെങ്കിൽ വഹിലാണ് നമ്മൾ എഴുതുന്നെങ്കിൽ ഇപ്പോഴത്തെ വരുമ്പോൾ തുടങ്ങും ഉസ്സിൽ തുടങ്ങും. കണ്ടോ? വഹ് ആണെങ്കിൽ ഉസ്സിൽ തുടങ്ങും. അപ്പോൾ വേ ആണെങ്കിലോ ഇവിടെ ഇസ് വന്നപ്പോൾ ഇത് ഇന്നായി, ഇവിടെ ഉസ് വന്നപ്പോൾ ഇവിടെ എന്തായി മാറും? ഉൻ എന്നായി മാറും കേട്ടോ. ഓക്കെ അല്ലേ? ഇത് വെച്ച് ബാക്കി വേയിൻ്റെയും ഏൻ്റെ ഇതുപോലെ യഹിൻ്റെയും ഏൻ്റെ ഇതുപോലെ വഹും വേ എഴുതാവോ? ഇത് രണ്ടിനും എഴുതാമോ? വഹിൻ്റെയും വേയിൻ്റെ ഒന്ന് എഴുതി നോക്കി. സിമ്പിൾ അല്ലേ? എഴുതാൻ പറ്റുന്നതാണിച്ച് ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഇതൊന്നൊരു ബോക്സിൽ വരച്ചു കേട്ടോ. ഇതൊരു ബോക്സിൽ വരച്ചു സൈഡിൽ വെച്ചു കേട്ടോ. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ബാക്കി ഒന്ന് കണ്ടുപിടിച്ച് മക്കളെ വേഗം കണ്ടുപിടിക്കണം. ആദ്യം ആരാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ? പെട്ടെന്ന് ആവട്ടെ. യെസ് മനസ്സിലാവും. മക്കളെ നോക്കിയാലോ? നമുക്ക് ആദ്യം എഴുതാൻ പോകുന്ന വഹാണ് കേട്ടോ. വഹിൻ്റെ അടുത്ത് എന്ത് സാറോട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ഹി ഷീ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലേ? ഓക്കെ, മലയാളം കൂടി ഒന്ന് എഴുതിച്ചു കേട്ടോ. മലയാളം കൂടി അവൻ അവൾ അത് അവിടെ ഒന്ന് എഴുതിച്ചേ. എഴുതിയോ? മലയാളം എഴുതിരുത്തില്ലേ? ഓക്കെ, ആദ്യത്തെ നമുക്കൊന്ന് പറഞ്ഞു പോയാലോ? വഹ് പ്ലസ് നെ ആര് പറഞ്ഞോടാ? വഹ് പ്ലസ് നെ യെസ് വിളിച്ചേ. ഹാഫി പറഞ്ഞു. യെസ് ഹാഫിദേ. വഹ് വരുമ്പോ ഇവിടെ എന്തിൽ തുടങ്ങണ്ടേ? ഉസ്സിൽ തുടങ്ങണം അല്ലേ? എന്ത് ചേർക്കണതിൻ്റെ ഒപ്പം? നേ ചേർത്തു. മിടുകൻ. ഉസ്നേ. ശരിയായോ മക്കളെല്ലാവരെ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വിളിച്ചേ. നിയ. യെസ് ടിയ. വഹ് പ്ലസ് കോ ഉസ്കോ. മിടുകി. സാർ നെക്സ്റ്റ് വിളിച്ചു. വസുദേവ്. എടാ ചാമ്പ്യ പറഞ്ഞേ. വഹ് പ്ലസ് സാറേ നമ്മുടെ സ്കേറ്റിംഗ് ചാമ്പനൊക്കെ ഉണ്ടവൻ അല്ലടാ? അമൽ സാറിനടുത്ത് പറഞ്ഞില്ല ഇപ്പൊ ഒന്നും? എടാ അതൊക്കെ പറയണ്ടേ? അമൽ സാറിനടുത്ത് പറഞ്ഞില്ലേ? എടാ എത്ര ദിവസമാണ് അമൽ സാർ വന്നിരിക്കണേ? നീ മിണ്ടില്ല. നീ അമൽ സാറിന്റെ അടുത്ത് കമ്പനി ആയില്ല. വേഗം കമ്പനി ആണോട്ടാ? സാറിന് മെസ്സേജ് കേട്ടാ? ഓക്കെ എന്തോ വീഡിയോ വെച്ചിട്ടുണ്ടോ? ആ ഓക്കെ, ഞാൻ ചോദിക്കാട്ടോ സാറേ. അപ്പൊ ഇവന്റെ വീഡിയോ ഷാഴ്ചമാർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ ക്ലാസ്സിൽ കാണിക്കാനായിട്ട്. യെസ്, അടുത്ത ക്ലാസ് സെറ്റ് ചെയ്തോട്ടാ. ഓക്കെ, വഹ് പ്ലസ് എന്നറിയും മക്കളെ? ആ ഉസ്സേ. മിടുകൻ. സുബടാ. ഓക്കെ സാർ നെക്സ്റ്റ് വിളിച്ചു. अर्जुन. वह प्लस में उसमें मिडगन. सर नेक्स्ट वाला जो കുറച്ചേറെ വീഡിയോ ഫണ്ടല്ലോ മക്കളെ. അവരൊക്കെ വീഡിയോ നോക്കിയടാ. ഐസാൻ. ഫൈസാൻ है वह प्लस पर वह प्लस पर പറയടാ. ഓക്കെ ഓക്കെ സാർ ഗോ ഫോർ നെക്സ്റ്റ്. ലക്ഷ്മിക. ഹായ് ലക്ഷ്മിക. വഹ് പ്ലസ് पर ഉസ് पर. സൂപ്പർ മക്കളെ. വെറുതെ എല്ലാവരും
ആരും ഇങ്ങനെ തലക്ക് ഇങ്ങനെ കൈ കൊടുത്ത് കിടക്കെല്ലാവരും നിവർന്നിരിക്കും കേട്ടോ. ഷോടൊക്കെ നിവർന്നിരുന്നേ. യെസ് വിളിച്ചേ, പേരെന്തായിരുന്നു? ആദിദേവേ. വഹ് പ്ലസ് കാ എന്തായിരിക്കും മക്കളെ? ഉസ്ക. ഓ പവർ, സൂപ്പറാ, റൈറ്റ് ആൻസർ കേട്ടോ, ഉസ്ക. ഓക്കെ നെക്സ്റ്റ് ആള് സാറേ. ആര്യൻ. വഹ് പ്ലസ് കീ. ഉസ്കി. യെസ്. അത് അവൻ തന്നെയാണ് പറഞ്ഞത്. ആദിദേവനെ പറഞ്ഞ ഇടം എടുക്ക. ഓക്കെ ആര്യൻ. ആര്യൻ ഉണ്ടാക്കി. ആര്യൻ നീ വേഗം വാടാ. ആര്യം പറയണം, വേഗം ആവട്ടെ. ആര്യൻ്റെ എല്ലാവരും വെയിറ്റിംഗ് ആണോ? ആരും അൺമിട്ടാക്കാൻ പറ്റുന്നില്ല സാറേ. ഗോ ഫോർ നെക്സ്റ്റ്. മീനാക്ഷി. വഹ് പ്ലസ് കെ. എഴുതിയായിരുന്നോ? മെഡിക്കി റൈറ്റ് ആൻസർ കേട്ടാ. ഓക്കെ എന്തൊരു സന്തോഷമില്ലത്തെ. ഇപ്പൊ ഓക്കെ. യെസ് സാറേ നെക്സ്റ്റ്. ശ്രീഭദ്ര. ഓ അടുത്ത ആള് ശ്രീഭദ്ര. ഹിന്ദിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹിന്ദിയായിട്ട് എഴുതുമ്പോ? ഇല്ല, ഭയങ്കര ക്രൂരായിട്ട് ഇങ്ങനെ എഴുതുന്ന പോലെ തോന്നി. ഓക്കെ വഹ് പ്ലസ് കെയിലേ. മിഡി റൈറ്റ് ആൻസർ. മക്കളെ എത്ര പേര് കംപ്ലീറ്റ് ശരിയാടാ? കംപ്ലീറ്റ് ശരിയായിട്ട് കാണിച്ചേ. കംപ്ലീറ്റ് ശരിയായവരെ. അപ്പൊ അടുത്ത ഹിന്ദി ക്ലാസ്സിലെ എക്സാമിന് സാർ ഇതൊക്കെ കിട്ടി തരും കേട്ടോ. ഇവിടെ നിന്ന് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് കളയും കേട്ടാ. ഈ കട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റൂലോ. ഓക്കെ അല്ലേ? ദേ വൺ മോർ ഉണ്ടല്ലേ, വേ കൂടി ഉണ്ടല്ലേ. വേ വെച്ചൊന്ന് കണ്ടുപിടിച്ച മക്കൾ ഇതുപോലെ വേ വെച്ചൊന്ന് എഴുതിക്കേ. കഴിഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ അടുത്ത ആൾ വിളിച്ചു സാറേ. സയാൻ. സയാനെ. സയാൻ വന്നു. അൺമിടാക്ക. വേയുടെ അർത്ഥം എന്തൊക്കെയാ? അവർ അവാന്നാട്ടോ. എന്തു? എടാ വീഡിയോ ചെയ്യണം, നിന്നെ കാണാൻ പറ്റുന്നില്ലടാ. ഇതൊന്ന് പറഞ്ഞുതരോ? ഫോണൊന്നും നമ്മളെ ഇപ്പൊ നീ റീൽസ് കാണുന്ന പോലെ ഫോൺ വെച്ചേക്കും അല്ലേ? നമ്മള് യൂട്യൂബിൽ വീഡിയോസ് ആണല്ലേ ഫുൾ സ്ക്രീൻ ഇട്ട്. ഒന്ന് അതുപോലെ വെച്ചേ. മിടുക്കൻ, പഠിച്ചു. ഇപ്പൊ എന്നെ വലുതായി കണ്ടില്ലേ? ഞാൻ വലുതായില്ലേ ഇപ്പോ അല്ലേ? യെസ്. ഓക്കെ എടാ വേ പ്ലസ് നെ. വേ വെച്ച് തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങണം? ഉന്നിൽ തുടങ്ങണം അല്ലേ? അപ്പൊ എന്തായിരിക്കും വേ പ്ലസ് നെ? എന്തായിരിക്കും? ഉന്നേന്നാണോ? എ പ്ലസ് നെ എഴുതി നോക്കിക്കേ. എ പ്ലസ് നെ എഴുതി നോക്കിക്കേ. എ പ്ലസ് നെ എന്താ വയ്ക്കുക? എ പ്ലസ് നെ ഇതിന്റെ മുന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് വൺ നമ്മൾ എഴുതിയല്ലേ. ദേ എയുടെ ദേ ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ. ഇതിന്റെ എ പ്ലസ് നെ എഴുതി നോക്കിക്കേ. ഇനോനെന്ന് എഴുതി അല്ലേ? ഇനോനെ. അപ്പൊ അവിടെ ഇനോനാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഉന്നല്ല. അപ്പൊ എന്തായിരിക്കും വരാ? അമ്പൽ സാർ പറഞ്ഞു. മിടുക്കൻ. ഇവിടെ മക്കള് നേരത്തെ നോക്കിക്കേ. നമ്മ നേരത്തെ ഇനോനെ കണ്ടോ? എഴുതില്ലായിരുന്നു നോക്കിക്കേ. എഴുതി നോക്കിയേ കണ്ടോ? ഇനോനെന്നായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഉനോനെ നടനായുടെ പകുതിയും ഹായും കൊടുക്കണം കേട്ടോ. ഉനോനെ ഒരെണ്ണോടി ഉണ്ട്. നേരത്തെ നമ്മള് ഇനോനെ ഇനിയെന്ന് പറഞ്ഞല്ലേ. ഇവിടെ എന്താ? ഉനോനെ ഉനേം. രണ്ടും പഠിച്ചോക്കണം കേട്ടോ. ഉനോനെ ഉനേ. യെസ് സാറേ നെക്സ്റ്റ് പഠിച്ചോ. വൈഗ. യെസ് വൈഗ. പറയൂ. വേ പ്ലസ് കോ. വൈഗ മിടക. വൈഗ അൺമിഡ് ചെയ്യാൻ പറ്റുന്നില്ല. പാരന്റ്സ് ഹെൽപ്പ് ചെയ്യാ.
ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ആയോ? ഓക്കെ വൈക ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ, സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ സാർ നെക്സ്റ്റ് വിളിച്ചു. ടെസ്ലിൻ ജസ്റ്റിനെ വേ പ്ലസ് എന്തായിരിക്കും മക്കളെ? ആ അത് ഞാൻ ഉന്നിലല്ലേ തുടങ്ങണ്ടേ, പിന്നെ എന്ത് ചേർത്താൽ മതി? കോ ചേർത്താൽ മതി. സിമ്പിൾ അല്ലേ? കിട്ടിയ അറ്റൻഡ് ചെയ്യേ, ഇത് രണ്ട് ശരി അറ്റൻഡ് ചെയ്യേ. ഓക്കെ അല്ലടാ, സിമ്പിൾ അല്ലേ? യെസ് സാറേ വിളിച്ചു. സാറേ നെക്സ്റ്റ് വിളിച്ചു. സാമുവലേ, സാമുവൽ, ഹായ് സാമുവൽ. ആ ഇപ്പൊ കേട്ടു. വേ പ്ലസ് എ മോനെ അഡ്മിറ്റ് ചെയ്യാ. മക്കളെ വിളിക്കുന്നുണ്ട്, വേഗം വേഗം അഡ്മിറ്റ് ചെയ്യട്ടോ, നമുക്ക് കംപ്ലീറ്റ് പറയണ്ടേ, നിങ്ങൾ ലാഗ് ആക്കല്ലേ. ആ സാറേ റെഡി ആയിട്ടുള്ള വിളിക്കും സാറേ, ടാറ്റ വിളിച്ചു. യെസ് ശ്രേയ വേ പ്ലസ് എന്താ മക്കളെ? ഉൻസേ മിടുകി. സാർ നെക്സ്റ്റ് വിളിച്ചു. വേ പ്ലസ് മെയിം. യെസ് സെയ്ദ് പറഞ്ഞു. വേ പ്ലസ് മെയിം എന്താ മക്കളെ? ഉന്മേം. സൂപ്പറാ. ഓക്കെ സാർ നെക്സ്റ്റ് വിളിച്ചു. വേ പ്ലസ് പർ. തൻവി പറഞ്ഞ തൻവി. വേ പ്ലസ് പർ എന്താ മക്കളെ? ഉൻപർ. ഓക്കെ സാർ നെക്സ്റ്റ് വിളിച്ചു. വേ പ്ലസ് കാ. ഗൗരി കൃഷ്ണ പറഞ്ഞു തരും. ഗൗരി വേ പ്ലസ് കാ എന്താ? ഉൻക. സൂപ്പറാ. സാർ നെക്സ്റ്റ് വിളിച്ചു. റോഷ് വേ പ്ലസ് കീ. റോഷെ അൺമ്യൂട്ട് ചെയ്യാ. ആ വേ പ്ലസ് കീ എഴുതിയില്ല. എടാ വേഗം എഴുതിക്കേ. സാറേ നെക്സ്റ്റ് വിളിച്ചു. സവീനയ. സാൻവിയ. സോറി അമ്മൻ സാർ പേര് വിളിച്ചു മാറിപ്പോയാണ്ടോ. വേ പ്ലസ് കീ എന്താ മക്കളെ? ഒരു റിക്വസ്റ്റ് ഒന്നുണ്ടല്ലോ, അവൻ ഞെക്കാട്ടോ. ആ യെസ് യെസ് വേ പ്ലസ് കീ. പറഞ്ഞോ. ഉൻകി മിടുക്കി. ഉൻകി മിടുക്കി. ഓക്കെ സാറേ നെക്സ്റ്റ്. വേ പ്ലസ് കെ എന്നൊരു മക്കളെ. വേ പ്ലസ് കെ. പാർവണ. ഹലോ സർ. ഹായ്. വേ പ്ലസ് കെ. ഉൻകെ പോലെ പോകല്ലേ. വേ പ്ലസ് കെയിൽ എന്തായിരിക്കും അപ്പോ? ഉൻകേലിയെ. സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ ടോട്ടൽ എത്ര വേർഡ്സ് പഠിച്ചെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാനാണോ പോവില്ലെന്ന് പറഞ്ഞേ? അത് വേറെ ആരെന്നെ ഇമിറ്റേറ്റ് ചെയ്തതാ അല്ലേ? ഓക്കെ കറക്റ്റ് ആണെന്നുണ്ടോ സൗണ്ട്? ഓക്കെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിടാ. വേ പ്ലസ് നെ ഉനോനെ ഉനെ. വേ പ്ലസ് കോ ഉൻകോ. വേ പ്ലസ് എ ഉൻസെ. വേ പ്ലസ് മെയിം ഉൻമേം. വേ പ്ലസ് पर उनपर. वे प्लस का उनका. वे प्लस की उनकी. वे प्लस के उनके. वे प्लस के लिए उनके लिए. സെറ്റ് ആണോ? പഠിച്ചില്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ നമ്മ എത്ര വേർഡ്സ് പോലെ പഠിച്ചെന്നാലും നോക്കിയായിരുന്നോ? 45 പഠിച്ചത്. നമ്മളിപ്പോ ഏകദേശം ഒരു 8 എഴുതിയില്ലേ? 8 പഠിച്ചില്ലേ? ഇപ്പൊ എത്ര? 8 × 9 എത്രയാ? 72 പഠിച്ചു അല്ലേ? 72 വേർഡ്സ് പഠിച്ചു. നമുക്കിനി ഒരു 9 കൂടി ഉണ്ട്. ഇനി 6 എഴുതാനുള്ളേ. ഇനി ഹം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഹം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഹോംവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹം ചെയ്തു കേട്ടോ. ഹമ്മിനെ കണ്ടുപിടിക്കൂലേ? ചെയ്യില്ലേ? ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. അത് ഓക്കെ. അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സാർ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണോ സാറേ? എക്സാമിനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇതെല്ലാവരും തനിയെ ശരിയാക്കിയിട്ടാണ് ചെയ്ത് തനിയെ എല്ലാം കംപ്ലീറ്റ് ശരിയാക്കിയത്. ഓക്കെ വെരി ഗുഡ് ഡാ. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിന് സമയമല്ലേ സാറേ? യെസ് ഓക്കെ മക്കളെ. അപ്പോൾ എല്ലാവരും പാരൻസിനെ വിളിക്കുക, അടുത്തിരുത്തുക. നിങ്ങളെയും പാരൻസിനെയും കാണുന്ന വിധത്തിൽ വീഡിയോ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആവാം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്.